അപ്പോൾ ഇളയ മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതും ചിലപ്പോൾ കൊണ്ടുവിടുന്നതും കറക്റ്റ് സമയമാകുമ്പോൾ എവിടെയാണെങ്കിലും അവർ ഒന്നീ ആ ഷെമിയോ അല്ലെങ്കിൽ അവസാനോ അഫാനോ ആണ് വന്ന് വിളിച്ചുകൊണ്ട് വരാറുള്ളത്. നമസ്കാരം. അഫ്സാൻ്റെ ഉമ്മയുടെ സുഹൃത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പറുമായിട്ടുള്ള സുഹ്ര നമ്മളോടൊപ്പമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അഫ്സാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ അവരുടെ ഉമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടും കൂടുതൽ വിവരങ്ങൾ മാഡത്തിന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നല്ലോ. അടുത്ത സുഹൃത്തുക്കളായിരുന്നു എങ്കിലും എനിക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയോ. അതിൽ കൂടുതലൊന്നും മകനെ കുറിച്ചൊന്നും വേറെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. വീട്ടിലങ്ങനെ എന്തെങ്കിലും മോന് എന്തെങ്കിലും ഒരു ഇതുണ്ടോയെന്നോ ഒരു ബുദ്ധിമുട്ടുണ്ടോയെന്നോ അങ്ങനത്തെ ഒരു വിവരവും പറഞ്ഞിട്ടില്ല. പിന്നെ ചെറിയ സാമ്പത്തിക ബാധ്യതയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും ഇതൊന്നും എമൗണ്ടോ നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നില്ല. ചെറിയ ബാധ്യത ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് അവരുടെ ഒരു ചിട്ടിയെ പിടിച്ചു കഴിയുമ്പോൾ തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ അതിനപ്പുറം ഒന്നും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞിട്ടുള്ളത് അത്രയേ ഉള്ളൂ. അല്ല കടം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഉമ്മ? അത് ചെറിയ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു സഹകരണത്തിൻ്റെ ഇതിൽ അത്യാവശ്യം വലിയ എമൗണ്ട് ഒരു 50,000 രൂപ ഒരു ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കയ്യിലപ്പോഴേ ഇല്ല, അതുകൊണ്ട് തരാൻ എൻ്റെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല. അല്ലാതെ അത്യാവശ്യത്തിന് വാങ്ങിക്കുകയും തിരിച്ചു തരുകയും പറയുന്ന സമയത്ത് തന്നെ തിരിച്ചു തരുകയും ചെയ്യുമായിരുന്നു. ഉമ്മയെ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. കണ്ടപ്പോഴേ അന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ഇതല്ലായിരുന്നു. എങ്കിലും എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇളയ മോനെയാണ് അഹ്സാൻ എന്ന മോൻ്റെ പേര്. അഹ്സാൻ മോന് എവിടെയെന്ന് നമുക്ക് അത്രയും അറിയാവുന്നത് കൊണ്ട് തന്നെ പേര് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ മോനെ എന്നെ കൊണ്ട് കാണിക്കുമോ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലത് കണ്ട് നിൽക്കാനുള്ള ഒരിതില്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് നേരം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങ് പുറത്ത് ഇറങ്ങി. ഒരുപാട് സംസാരിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അത്രയും സ്ട്രെയിൻ ചെയ്താണ് അത്രയും പറഞ്ഞത് തന്നെ. അപ്പോൾ എനിക്കത് എങ്ങനെയാണ് ഈ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ല, എന്നോട് പറഞ്ഞില്ല. നേരത്തെ അല്ലാതെ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ വീടെന്ന് പറഞ്ഞെന്നതുള്ളത് ഞാനും അറിഞ്ഞുള്ളൂ. എൻ്റെ അടുത്ത് അല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളതിനെക്കുറിച്ച് ചോദിക്കാനും പോയില്ല. കണ്ടപ്പോൾ അതിങ്ങോട്ട് ചോദിച്ചവരെ മറുപടി പറഞ്ഞതേ ഉള്ളൂ. മകനെ ചോദിച്ചു, മകൻ ഉണ്ടെന്ന് പറഞ്ഞു. താഴെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെ അടുത്ത ഉണ്ട്, മോനെ പിന്നീട് കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഈ അഫ്സാൻ ലഹരി ഉപയോഗിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? അത്തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നും അങ്ങനെ ഒരു കേട്ടുകേൾവി ഇല്ല. നമ്മൾ ഇവിടുത്തെ ഈ നാട്ടിലുള്ള കൂട്ടുകാരുമായിട്ട് അവന് 10ാം ക്ലാസ് വരെ കണ്ടോ ഉള്ള സമയത്ത് ഇവിടുത്തെ പിള്ളേരുമായിട്ട് നമ്മൾ ആ പെരുമലയുള്ള പിള്ളേരുമായിട്ടുള്ള കൂട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ അധികം ഇവിടുത്തെ പിള്ളേരുമായിട്ട് കൂട്ടില്ല എന്നാണ് ഞാൻ ഇവിടുത്തെ പിള്ളേരുമായിട്ട് അന്വേഷിച്ചപ്പോൾ. അവരുമായിട്ടൊന്നും അധികമല്ല അങ്ങനെ ഇവിടെ കൂട്ടുകൂടാൻ ഇറങ്ങാറുമില്ല. അത്യാവശ്യം ഇങ്ങനെ ബൈക്കിലൊക്കെ പോവും. പിന്നെ അവർ വീട്ടുകാർ ഒരുമിച്ചാണ് എവിടെയെങ്കിലും പോകുന്നതും വരുന്നതും. അപ്പോൾ ഇളയ മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതും ചിലപ്പോൾ കൊണ്ടുവിടുന്നതും കറക്റ്റ് സമയമാകുമ്പോൾ എവിടെയാണെങ്കിലും അവർ ഒന്നീ ആ ഷെമിയോ അല്ലെങ്കിൽ അഫാനോ ആണ് വന്ന് വിളിച്ചുകൊണ്ട് വരാറുള്ളത്. അപ്പോൾ അടുത്ത സമയങ്ങളിലാണ് ആ മോൻ ഒറ്റയ്ക്ക് ബസ്സിൽ പോകാൻ തുടങ്ങിയത്. അതുവരെ ഇവർ കൊണ്ടാക്കുകയും കൊണ്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അഫാൻ്റെ പിതാവ് 7 വർഷത്തോളമായിട്ട് ദുബായിലാണ്. അപ്പം അഫാൻ പറയുന്നതും അല്ലാതെയുള്ള വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും വർഷം നാട്ടിലേക്ക് വരാതെ നിൽക്കുന്നതെന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? അതുമായിട്ട് ബന്ധപ്പെട്ട വിവരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ബിസിനസ് കുറച്ച് അവിടെ പൊട്ടി അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അധികം അങ്ങനെ കൂട്ടാണെങ്കിലും അങ്ങനെയുള്ള വിവരങ്ങൾ അധികം നമ്മൾ ചോദിക്കാറുമില്ല. വേറെ അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലാണെന്നോ ഒന്നും പറഞ്ഞിട്ടുമില്ല.